ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്. നമ്മുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രണ്ട് വാഹനങ്ങൾ, രണ്ടും മാരുതിയുടെ തന്നെ വാഹനങ്ങളാണ്. രണ്ടും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന വാഹനവുമാണ്. പലർക്കും ഒരു കൺഫ്യൂഷൻ വരും, ബലേനോ എടുക്കണോ ഫ്രോൺസ് എടുക്കണോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സംശയം അങ്ങ് പൂർണ്ണമായിട്ട് തീർത്തുതരാൻ പറ്റത്തൊന്നുമില്ല. കാര്യം വാഹനം എടുക്കുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നിൽ നിന്ന് ഒന്നിന് മുൻതൂക്കം കിട്ടുന്നത്, എന്തൊക്കെയാണ് പോരായ്മകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ആദ്യം തന്നെ വിലകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ബേസ് മോഡലാണ്. അതായത് ഇത് ഫ്രോൺസിൻ്റെ ബേസ് സിഗ്മ, ഇത് ബലെനോയുടെ ബേസ് സിഗ്മ. വേരിയൻ്റുള്ള പേരുകൾ പറയുന്നതൊക്കെ മാരുതി ലൈനപ്പിൽ ഒരുവിധം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന ബലെനോ എന്ന മോഡലിലാണ് വിലയിൽ കുറവ് വരുന്നത്. ഇതിന് 7,20,000 ഓൺ റോഡ് വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ഫ്രോൺസിൻ്റെ ബേസ് എടുക്കണമെങ്കിൽ 8,21,000 ഓൺ റോഡ് വരുന്നുണ്ട്. അതായത് രണ്ട് വാഹനങ്ങൾ തമ്മിലും 1,00,000 രൂപയുടെ വ്യത്യാസം തന്നെ, ആ വിലയിൽ അത്രയും വ്യത്യാസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ബലേനോയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു 70,000 to 80,000 ആ റേഞ്ചിലുള്ള ഡൗൺ പേയ്മെൻറ്റ് മതിയാകും. 1,00,000 രൂപയ്ക്ക് അകത്ത് മതി. പക്ഷേ ഈ ഒരു ഫ്രോൺസ് എടുക്കണമെങ്കിൽ ഒരു 1,00,000 റുപ്പീസ് എങ്കിലും മിനിമം ഒരു ഡൗൺ പേയ്മെൻറ്റ് വേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയും ചെറിയൊരു വ്യത്യാസം വന്നു. വിലകൾ തമ്മിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഡൗൺ പേയ്മെൻറ്റും കുറച്ച് കൂടുതൽ വേണ്ടത് ഈ കാണുന്ന ഫ്രോൺസ് എന്ന വാഹനത്തിനാണ്. പിന്നെ അടുത്ത വ്യത്യാസം പറഞ്ഞുതരാം, EMI പറഞ്ഞുതരാം. ഈ കാണുന്ന ബേസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ബലേനോ 80,000 രൂപ കൊടുത്ത് 720 വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ മാസം നമുക്കൊരു 10,500 റേഞ്ചിലായിരിക്കും EMI വരുന്നത്. പക്ഷേ ഫ്രോൺസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 1,00,000 രൂപ അടച്ച് ഈ ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ EMI വരുന്നത് 12,000 രൂപ റേഞ്ചിൽ വരും. അതായത് EMIക്കകത്തും വ്യത്യാസമുണ്ട്, വിലകൾ തമ്മിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അതനുസരിച്ച് EMI മാറുന്നുണ്ട്. ഇത് നമുക്കൊരു 10,500 രൂപ ഉണ്ടെങ്കിൽ മാസം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. പക്ഷേ ഈ ഫ്രോൺസ് ആണെങ്കിൽ മാസം 12,000 രൂപ അടച്ചെങ്കിൽ മാത്രമേ ഈ ഫ്രോൺസ് എന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതും ഒരു വ്യത്യാസമാണ്. പിന്നെ ഡിസൈൻ വൈസും വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ ഹാച്ച് പാക്കാണ്. ഇത് വേണമെങ്കിൽ ഒരു ക്രോസ് ഓവർ, ഒരു SUV ചായ്വ് ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു SUV ചായ്വ് ഈ ഒരു വാഹനത്തിന് കാണാൻ മാരുതി ഇതിനെ ഒരു ക്രോസ് ഓവർ ആ ഒരു രീതിയിലാണ് മാരുതി ഇതിനെ പറയുന്നത്. ശരിക്കും ഇതിന് കോമ്പറ്റീഷൻ ഒരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ ഇല്ലെന്നൊക്കെ തന്നെ പറയാം. അപ്പം ഈ രണ്ട് വാഹനങ്ങളും അവരുടേതായ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. അപ്പം ഇതിന് മൈലേജ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബലേനോയ്ക്ക് 1 കിലോമീറ്റർ കൂടുതൽ മൈലേജ് ഈ ഒരു ബലേനോയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ഒരു അഫോർഡബിൾ റേറ്റ്, ഒരു 7,00,000 രൂപ എന്നൊരു ബഡ്ജറ്റേ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറൊന്നും നോക്കണ്ട, ബലേനോയിലേക്ക് തന്നെ പൊക്കോ, ഒരു സംശയം വേണ്ട അതിനകത്ത്. കാര്യം എഞ്ചിൻ സ്പെക്കൊക്കെ രണ്ടിനും സെയിം ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ടോപ്പിലോട്ടൊക്കെ പോകുമ്പോൾ ടെർബോ കൂടി കിട്ടുന്നു എന്ന് നമുക്ക് വരുന്നുണ്ട്, കുറച്ച് പെർഫോമൻസ് നമുക്ക് കിട്ടും. ബഡ്ജറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ ബലേനോ തന്നെ എടുക്കുക. പിന്നെ കുറച്ചൊരു സ്പോർട്ടി ലുക്ക്, ബലേനോ ഒക്കെ വന്നിട്ട് കുറേ നാളായിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ നാളുകൊണ്ടേ ഉണ്ട്. ഫ്രോൺസ് ഒരുപാട് നാളായിട്ടില്ല. ഒരു സ്പോർട്ടി ലുക്കിലുള്ള വാഹനം. പിന്നെ മോഡിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് ഈ ഫ്രോൺസ്. രണ്ടും മോഡിഫൈ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരും മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾക്കും ചെറുപ്പക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഫ്രോൺസിനോടായിരിക്കും ഒരു ചായ്വ് വരുന്നത്. അത് നിങ്ങളിഷ്ടമാണ്, അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. വില പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ വൈസ് നമുക്കൊന്ന് നോക്കാം, രണ്ടും എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഈ രണ്ടും ബേസ് ആണെന്ന് പറഞ്ഞു. രണ്ടിൻ്റെയും നമ്മൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു സ്പോർട്ടി ലുക്ക് വരുന്നത് ഈ ഒരു വാഹനത്തിനാണ്. ഒരു ഫ്രോൺസ് എന്ന വാഹനത്തിനാണ് കുറച്ചുകൂടി ഒരു തലയെടുപ്പും ഒരു സ്പോർട്ടി ഫീലൊക്കെ കിട്ടുന്ന ഈ ഒരു ഫ്രോൺസിന് തന്നെയാണ്. അത് ആ ഒരു SUV ചായ്വ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു വലിപ്പം, ഒരു ഗ്രില്ലും, നല്ല വലിപ്പത്തിലുള്ള ആ ഒരു എയർ ഡാമിൻ്റെ ഡിസൈനും, നല്ല വലിപ്പത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു ഹെഡ് ലാമ്പും ആണ് ഇവിടെ DRL പോലെ തോന്നുന്ന ഒരു ഡിസൈൻ എലമെൻറ്റ്. DRL നമുക്ക് വരുന്നില്ല, ടേൺ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റും ഒക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു SUV ചായ്വോട് കൂടി കുറച്ച് തലയെടുപ്പോട് കൂടിയാണ് ഈ ഒരു ഫ്രോൺസ് എന്ന വാഹനം നിൽക്കുന്നത്. പക്ഷേ ബലേനോ വന്നു കഴിഞ്ഞാലോ കുറച്ച് ശാന്ത സ്വരൂപനായിട്ട്, കുറച്ച് ഒതുങ്ങി അയ്യോ പാവം എന്നൊരു രീതിയിലാണ് ഈ ഒരു ബലേനോ നിൽക്കുന്നത്. അത്ര വലിയ ഗാംഭീര്യമൊന്നും ബലേനോയുടെ ഫ്രണ്ട് പോർഷൻ കാണുന്ന സമയത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഹെഡ്ലാമ്പൊക്കെ രണ്ട് വാഹനത്തിലും ഹാലജൻ തന്നെയാണ് വരുന്നത്. അത് പ്രൊജക്ടർ ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. ഫോഗ് ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് രണ്ട് വാഹനങ്ങളിലും ഇല്ല. ഗ്രില്ലിൽ കുറച്ചൊരു ക്രോം എലമെൻറ്റ് ഈ ഒരു ഫ്രോൺസിൽ കൊടുത്തപ്പോൾ ബലേനോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ട് ലുക്കിൽ വേറെ കുറച്ച് എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് കുറച്ചുകൂടി നല്ല കൊടുത്തേക്കുന്നത്. ഇത് അത്രയ്ക്ക് എയറോഡൈനാമിക്കുള്ള ഒരു ഡിസൈൻ അല്ല ഇതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു ഡിസൈനിനകത്തും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടുന്നു എന്നതാണ് കാര്യം. അവിടെ തന്നെ സൈഡിലേക്ക് വരാം. നമുക്ക് ഈ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് കുറച്ച് ക്ലാഡിങ്സ്, ഈ ഒരു SUV ചായ്വുള്ള വണ്ടിയിൽ കാണുന്ന പോലെ ഒരു ക്ലാഡിങ്സ് ഒക്കെ കുറച്ച് എക്സ്ട്രാ
ഈ ഒരു ഫ്രോൺസിൽ ഇവർ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് മെയിനൊരു വ്യത്യാസമാണ്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രോൺസ് എന്ന വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ടയർ സൈസിനകത്ത് മെയിനായിട്ട് ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ ടയർ സൈസ് ഞാനൊന്ന് എടുത്തോട്ടെ. ഇത് 16 ഇഞ്ചാണ്, 195/60R 16 ടയർ പ്രൊഫൈൽ. അത് മാത്രമല്ല ഈ ഒരു നമുക്ക് നോക്കിയാൽ ബ്ലാക്ക് ഷെയ്ഡും അതുകൂടാതെ വീൽ കപ്പ് കൂടി ഈ ബേസ് മോഡലിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ടയർ സൈസ് 15 ഉള്ളൂ. അതായത് ഇതിന് ടയർ സൈസ് കുറച്ചുകൂടി കൂടുതലാണ്. അതും അടുത്തൊരു വ്യത്യാസമാണ്. വീൽ കപ്പോ അങ്ങനത്തെ കാരണം ഒന്നും തന്നെ ഈ ഒരു എന്താ പറയുക ബെലേനോ എന്ന വാഹനത്തിന് അവർ കൊടുത്തത്. അപ്പോൾ ടയർ സൈസിലും ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള വ്യത്യാസമാണ് ഗ്രൗണ്ട് ക്ലിയറൻസും. ഈ ബെലേനോയ്ക്ക് ഒരു 170 mm മാത്രമേ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഫ്രോൺസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു 190 mm എന്ന മികച്ചൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത്യാവശ്യം ഓഫ് റോഡിംഗ് എന്ന് പറയുന്നില്ല, അത്യാവശ്യം കുഴികളും ഉയർച്ചകളും ഒക്കെ ഉള്ള റോഡാണെങ്കിൽ ഈ ഒരു ബെലേനോ പോകുന്നതിനെക്കാട്ടി കൂടുതൽ കംഫർട്ടായിട്ട് നമുക്ക് ഈ കാണുന്ന ഫ്രോൺസ് എന്ന വാഹനം കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ലെങ്തുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ. ഒന്നിന് 3990 ഒന്നിന് 3995 ഒരു 5 mm ഈ ഒരു ഫ്രോൺസിന് കൂടുതൽ വരുന്നുണ്ട്. അതേ ഉള്ളൂ ലെങ്തിൽ പറഞ്ഞു. പിന്നെ വിട്ടാണെന്നുണ്ടെങ്കിൽ 1745 ബെലേനോയ്ക്ക്, 1765 ഫ്രോൺസിനും ഒരു 20 mm വിട്ടും ഈ കാണുന്ന ഫ്രോൺസ് എന്ന വാഹനത്തിന് കൂടുതലാണ്. പിന്നെ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിന് 1500, ഈ ബെലേനോയ്ക്ക് 1500 mm ഹൈറ്റ് വരുന്നത്. പക്ഷേ ഫ്രോൺസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 1550 mm ഹൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ ലെങ്ത് വിട്ടിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മെയിനായിട്ടുള്ള വ്യത്യാസം ഹൈറ്റിൽ തന്നെ പറയാം. ഒരു 50 mm ഹൈറ്റ് ഈ കാണുന്ന ഫ്രോൺസിന് കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും ഈ കാണുന്ന ഫ്രോൺസിന് കൂടുതലാണ്. ബെലേനോ അവിടെ കുറച്ച് താന്ന് നിൽക്കുവാണ്. പിന്നെ ബൂട്ട് സ്പേസിലേക്ക് നമുക്ക് പോകാം, ഞാൻ കാണിച്ചു തരാം. ബൂട്ട് സ്പേസ് ഏകദേശം സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. റിയർ പ്രൊഫൈലിൽ വലിയ വ്യത്യാസങ്ങളില്ല കേട്ടോ. LED ലൈറ്റൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ ആ ഒരു ടെയിൽ ലാമ്പ് വരുന്നു. ഷാർഫിന് ആൻറ്റിന കൊടുത്തു. ഇതിനകത്ത് നോർമലുള്ള ആൻറ്റിന മാത്രമേ ഉള്ളൂ. ഡീഫോഗർ ലൈൻ നമുക്ക് 2 മോഡൽസിലും കാണാം. റിയർ വൈപ്പറോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഈ ഒരു ബേസിൽ ഈ ഒരു ബെലേനോ ബേസ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ വേറെ ക്രോം എലമെൻറ്റ്സ് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫ്രോൺസിൽ തന്നെയാണ്. അത് കുറച്ച് ഒതുങ്ങി ഇരിക്കുന്നൊരു ഡിസൈനും ഇത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഒരു മസ്കുലാർ ഫീലും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഫ്രോൺസിന്. ബൂട്ട് സ്പേസ് 2 മോഡൽസിലും സെയിം ആണ്. സെയിം എന്ന് പറയാൻ ഒന്നിന് 318 എന്ന് വായി വന്നു, ഒന്നിന് 318, അതായത് ബെലേനോയ്ക്ക് 318 ഈ കാണുന്ന ഫ്രോൺസിന് 308. ചെറിയ വ്യത്യാസമുള്ളൂ, ഒരു 10 mm ഒരു ലിറ്ററിൻ്റെ ഒരു വ്യത്യാസമാണ്. പിന്നെ നോക്കിയാൽ ലഗേജ് എടുത്തു വെക്കാൻ കുറച്ചുകൂടി സുഖം എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഫ്രോൺസ് ആണ്. കാരണം ഫ്രോൺസിൻ്റെ ബമ്പർ കുറച്ച് താന്നിരിക്കുന്നുണ്ട്. ബെലേനോയുടെ ബമ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചൊരു ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് കുറച്ചുകൂടി കംഫേർട്ട് ഈ ഒരു ഫ്രോൺസ് എന്ന വാഹനത്തിൻ്റെ ബൂട്ടാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും 2 വാഹനങ്ങൾ തമ്മിലും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ലോക്കൊക്കെ 2 മോഡൽസിലും ഉണ്ട്. 4 ഡോർ പവറിൻ്റെ ഒക്കെ 2 മോഡൽസിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഡാഷ്ബോർഡ് വളരെ മിനിമമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഈ കാണുന്ന ബെലേനോയുടെ ബേസ് മോഡലിൽ വരുന്നുള്ളൂ. കളർ തീമൊക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ കൊടുത്തു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നു. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. കുറച്ചൊരു താന്നിരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു ബെലേനോ എന്ന വാഹനത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തോന്നുന്നത്. ഇനി നമുക്ക് നേരെ ഫീച്ചേഴ്സ് വളരെ കുറവ് തന്നെയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല. ഇപ്പോൾ ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നില്ല, അല്ല സ്പീക്കർ ഓപ്ഷൻ ഇല്ല, സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. പിന്നെ കുറച്ച് താന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു ബെലേനോയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ ഫ്രോൺസിലേക്ക് ഒന്ന് കയറാം. ഫ്രോൺസിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വലിയ വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതെടുത്ത് പറയാം. ബാക്കി ഫീച്ചേഴ്സ് വൈസ് സെയിം തന്നെയാണ്. സെൻട്രൽ ലോക്ക്, 4 ഡോർ പവറിൻ്റെ ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നില്ല, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. വലിയൊരു ഡിഫറൻസ് നമ്മൾ ഈ 2 വാഹനങ്ങളിലും ഇരിക്കുന്ന സമയത്ത് തോന്നും ചെറിയൊരു വ്യത്യാസം. ഇത് കുറച്ചുകൂടി ഒരു ഹൈറ്റുള്ള വാഹനം ആണെന്നൊരു തോന്നലും അത് കുറച്ചുകൂടി ഒതുങ്ങിയ ഒരു വാഹനമാണെന്നുള്ളൊരു തോന്നലുമാണ് ഈ ഒരു ഇന്ത്യയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം. സീറ്റിൻ്റെ ക്വാളിറ്റീസൊക്കെ സെയിം തന്നെയാണ് 2 വാഹനത്തിലും. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടില്ല. അപ്പം ബെലേനോയ്ക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ഇത്രയൊരു ഹൈറ്റാണ് എനിക്ക് വരുന്നത്. അതായത് ഞാനും റൂഫുമായിട്ട് ഈ ഒരു രീതിയിലുള്ളൊരു ഹൈറ്റാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രോൺസിലോട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. റിയർ AC വരുന്നത് നമുക്ക് 2 വേരിയൻസിലും വരുന്നില്ല. നല്ല കിടിലം വെയിലാണ് കേട്ടോ ഇവിടെ. അകത്തോട്ടിരിക്കാം. അപ്പോൾ അകത്തോട്ടിരിക്കുന്ന സമയത്ത് സെയിം തന്നെയാണ് 2 വാഹനങ്ങളിലും. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഹൈറ്റ് വരുന്നതാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഹൈറ്റ് വരുന്നത്.
കുഴപ്പമില്ല, വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും നമ്മൾ കുറച്ച് വിശാലമായിട്ട് ചാരി ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു സ്പേസ് ബലേനോയിൽ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് വരുന്നില്ല. ഇത്രയുമാണ് മേജറായിട്ടുള്ള വ്യത്യാസങ്ങൾ. മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് വിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു വാഹനം, കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കാനായിട്ടുള്ളൊരു വാഹനമാണ് വേണ്ടതെങ്കിൽ ഈ കാണുന്ന ഫ്രോൺസിലേക്ക് വരാം. ഇതിന് വില വ്യത്യാസമുണ്ട്. ഈ ബലേനോയും കാട്ടി കുറച്ചുകൂടി വില വരുന്നുണ്ട്. ഒരു ന്യൂ ജനറേഷൻ ഒരു വാഹനം പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് അങ്ങ് കണ്ടു മടുത്ത ഒരു ഡിസൈൻ അല്ലാത്തൊരു മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലെ എഞ്ചിൻ സ്പെക്കൊക്കെ സെയിം ആണ്, 1.2 ലിറ്റർ തന്നെയാണ്. 1 കിലോമീറ്റർ വ്യത്യാസം ഈ ഒരു ബലേനോയ്ക്ക് കൂടുതൽ. അപ്പോൾ ആ ഒരു ഡിസൈൻ വൈസ് ആ ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ട് മാത്രം 1 കിലോമീറ്റർ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. വേറൊന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാൻ. ബഡ്ജറ്റ് നോക്കി ചൂസ് ചെയ്യുക. ചെറുപ്പക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഫ്രോൺസിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ വില വ്യത്യാസമുണ്ട്. ബഡ്ജറ്റ് ഒരു കൺസേൺ ആണെങ്കിൽ ബലേനോ തന്നെ എടുത്താൽ മതി. 1 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്ത് ഇതെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് ഹൈറ്റും കുറച്ച് ലുക്കും ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. പെർഫോമൻസ് ഒക്കെ സെയിം തന്നെയാണ്. പൈസയുടെ കാര്യം നോക്കി തീരുമാനിക്കുക. EMI ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഇന്നത്തെ ഇവിടെ. ഇതേപോലെ ഉപകാരം വീഡിയോയുമായി അടുത്തൊരു ദിവസം വരാം. അതെല്ലാവർക്കും ബൈ.